നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. വെളിച്ചെണ്ണ വില കുതിച്ചുയരുമ്പോൾ ആലുവയിൽ 30 ലിറ്റർ വെളിച്ചെണ്ണ മോഷണം. ആലുവ തോട്ടുമുഖത്തുള്ള പഴം പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് കള്ളൻ വെളിച്ചെണ്ണ കുപ്പികൾ ചാക്കിലാക്കി കൊണ്ടുപോയത്. വെളിച്ചെണ്ണയ്ക്ക് പുറമെ ഒരു പെട്ടി ആപ്പിൾ, 10 കവർ പാൽ എന്നിവയും മോഷണം പോയി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കടയുടെ പിൻഭാഗം തുറന്ന് അകത്ത് കയറാനായിരുന്നു മോഷ്ടാവ് ശ്രമിച്ചത്. ഇത് പരാജയപ്പെട്ടതോടെ പൂട്ട് തല്ലിപ്പൊളിച്ച് കടയ്ക്കുള്ളിൽ കയറി. പിന്നീട് റാക്കിൽ സൂക്ഷിച്ചിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഒന്നെടുത്തു കുടിച്ചു. ഇതിനുശേഷമാണ് കടയുടെ ഉള്ളിലുണ്ടായിരുന്ന 30 കുപ്പി വെളിച്ചെണ്ണ കടയ്ക്കുള്ളിൽ നിന്ന് ചാക്ക് കൊണ്ടുവന്ന് എടുത്തത്. വെളിച്ചെണ്ണ ചാക്കിലാക്കി കഴിഞ്ഞപ്പോഴാണ് 10 കവർ പാല് കൂടി എടുക്കാൻ തീരുമാനിച്ചത്. ഇതിനു പുറമെ കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു പെട്ടി ആപ്പിളും കൊണ്ടാണ് കള്ളൻ സ്ഥലം വിട്ടത്. സംഭവത്തിൽ കട ഉടമ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ആലുവ പോലീസ് പറയുന്നത്. വിവരങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ചേർത്തല പട്ടണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൂക്ഷ്മജീവികളുടെ കടിയേറ്റു. 30ഓളം വിദ്യാർത്ഥികളെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡെസ്കിലുണ്ടായിരുന്ന ജീവികളുടെ കടിയേറ്റെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പല കുട്ടികൾക്കും ചൊറിച്ചിലും ശരീരത്ത് തടിപ്പും ഉണ്ടായി. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് അലർജിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ക്ലാസ്സിലെ ഡെസ്ക് ദ്രവിച്ചിരിക്കുകയായിരുന്നു. ഈ ദ്രവിച്ച ഭാഗത്ത് വിദ്യാർത്ഥികൾ പെൻസിൽ കൊണ്ട് കുത്തിയിരുന്നു. അവിടെ നിന്നും ഇറങ്ങി വന്ന സൂക്ഷ്മജീവികൾ കടിച്ചാണ് വിദ്യാർത്ഥികൾക്ക് അലർജിയുണ്ടായതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പല കുട്ടികൾക്കും ചൊറിച്ചിലും ശരീരത്തിൽ തടുപ്പും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഭർതൃവീട്ടിൽ മരിച്ച യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത്. ജീവിതം മടുത്തുവെന്നാണ് ജിസ്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, മനസമാധാനം ഇല്ല എന്നും കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജിസ്നയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും. മകളെ കൊലപ്പെടുത്തിയതാണെന്നും കുഞ്ഞിനെ വിട്ടു നൽകണമെന്നും ജിസ്നയുടെ കുടുംബം പറഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ജിസ്നയെ ബാലുശ്ശേരിയിലെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ആരോപണവുമായി ജിസ്നയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഭർതൃവീട്ടുകാർക്കെതിരെ ആരോപണം ഒന്നുകൂടി കടുപ്പിക്കുകയാണ് കുടുംബം. കാരണം കാണിക്കൽ നോട്ടീസിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസൻ. ഈ മാസം 4 മുതൽ ഡോക്ടർ ഹാരിസ് അവധിയിലാണ്. 29-ന് നൽകിയ നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് സമയം നീട്ടി ചോദിച്ചത്. അതേസമയം വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടിയ ശേഷം വിശദീകരണം നൽകാമെന്നാണ് ഹാരിസിന്റെ നിലപാട്. ഇതിനായി മറ്റൊരാൾ മുഖേന വിവരാവകാശ അപേക്ഷയും നൽകി. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിഞ്ഞാൽ മാത്രമേ വിശദമായി മറുപടി നൽകാൻ കഴിയൂ എന്നാണ് ഹാരിസ് പറയുന്നത്. അതിനിടെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിൽ മെഡിക്കൽ ഡയറക്ടർ ഇന്നും നാളെയും പരിശോധന നടത്തും. യൂറോളജി വിഭാഗത്തിൽ നേരിട്ടെത്തിയായിരിക്കും പരിശോധന. ഡോക്ടർ ഹാരിസിൽ നിന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തും. സാങ്കേതിക സർവകലാശാലയിൽ പ്രതിസന്ധിക്ക് മാറ്റമില്ല. ക്വാറം തികയാതെ ഫിനാൻസ് കമ്മിറ്റി യോഗം നടക്കാത്തതിനാൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഇനിയും വൈകും. കഴിഞ്ഞ 2 മാസമായി ജീവനക്കാരുടെ പെൻഷനും ഈ മാസത്തെ ശമ്പളവും വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ K. ശിവപ്രസാദ് പ്രതികരിച്ചു. പണം കൈവശമുണ്ടെങ്കിലും നിത്യചെലവിന് പോലും പണം എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. വാഹനങ്ങളിൽ അടിക്കാനുള്ള ഇന്ധനം വാങ്ങാനുള്ള പണം പോലും ഇല്ല. ഡ്രൈവർമാരുടെ നിയമനവും പാതി വഴിയിൽ നിന്നു പോയിരിക്കുകയാണ്. പല വാഹനങ്ങളുടെയും ഇൻഷുറൻസ് തീർന്നു. ബജറ്റ് പാസ്സാക്കാതെ പണം ചെലവഴിക്കാൻ കഴിയില്ലെന്നും ചാൻസലർക്ക് റിപ്പോർട്ട് നൽകണമെന്നും വൈസ് ചാൻസലർ K. ശിവപ്രസാദ് പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു വൈസ് ചാൻസലർ ഇന്ന് ഫിനാൻസ് കമ്മിറ്റി വിളിച്ചത്. 15 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ എത്തിയത് 4 പേർ മാത്രം. ഇതോടെ ശമ്പളവും പെൻഷനും ഇനിയും വൈകുമെന്ന് ഉറപ്പായി. ശാസ്ത്ര മുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്ര ഗവേഷണ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശാസ്ത്രം എങ്ങനെ സാധാരണക്കാരന് പ്രയോജനപ്പെടും എന്നതാണ് പരിശോധിക്കേണ്ടത്. ശാസ്ത്രത്തിന്റെ അഭാവത്തിൽ മനുഷ്യരാശിയുടെ വികസനം അസാധ്യമാണ്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശാസ്ത്ര മേഖലയിലും വ്യവസായ മേഖലയും പരസ്പരം ധാരണയോടുള്ള പ്രവർത്തനം വലിയ നേട്ടങ്ങൾക്കിടയാക്കും. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് കാർഷിക മേഖലയ്ക്ക് കൂടി ഗുണകരമാകണം. ജനിതക എഞ്ചിനീയറിംഗ് രംഗത്തെ ഗവേഷണ ഫലങ്ങൾ ഭക്ഷ്യമേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമെല്ലാം കൈത്താങ്ങാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അശ്ലീല ചിത്രങ്ങളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിലെടുത്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ നടി ശ്വേത മേനോൻ. അമ്മ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണെന്നാണ് ശ്വേതയുടെ വാദം. കേസിന് പിന്നിൽ സംഘടനയുടെ ഒരു വിഭാഗം തന്നെയെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം നിയമ നടപടികളിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു.
എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസാണ് ശ്വേതയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുപ്രവർത്തകനായ മാർട്ടിൻ മോനിച്ചേരിയാണ് പരാതിക്കാരൻ. ശ്വേത മേനോൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം രംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. സെൻസർ ചെയ്തിറങ്ങിയ എതിർ നിർവേദം, പാലേരി മാണിക്യം, ശ്വേത നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം, പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് എന്നിങ്ങനെയുള്ള സിനിമയുടെ നീണ്ട നിരയാണ് പരാതിയിലുള്ളത്. യേശുദാസിനും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനുമെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടൻ വിനായകനെതിരെ പോലീസിൽ പരാതി. കോൺഗ്രസ് നേതാവ് NS നുസൂറാണ് DGPക്ക് പരാതി നൽകിയത്. വിനായകനെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രമുഖർക്കെതിരെ അവഹേളനം നടത്തുന്നതിന് വിനായകന് ഹരമാണെന്നും പരാതിയിൽ പറയുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ വിനായകനെതിരെ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. വിനായകന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. യേശുദാസിനും അടൂരിനുമെതിരായ പോസ്റ്റ് വിനായകൻ പിൻവലിച്ചിരുന്നു. ഇന്നലെയായിരുന്നു യേശുദാസിനെയും അടൂരിനെയും അധിക്ഷേപിച്ച് വിനായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. സിനിമാ കോൺക്ലേവിൽ ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു വിനായകന്റെ പ്രതികരണം. സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നതിനെതിരെ യേശുദാസ് മുൻപ് നടത്തിയൊരു പരാമർശം വിവാദമായിരുന്നു. സ്ത്രീകൾ ജീൻസ് ധരിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കരുതെന്നും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആവാൻ ശ്രമിക്കരുതെന്നുമായിരുന്നു അന്ന് യേശുദാസ് പറഞ്ഞത്. മറച്ചു പിടിക്കേണ്ടത് സ്ത്രീകൾ മറച്ചു വയ്ക്കണമെന്നും വേണ്ടാതീനം കാണിക്കരുതെന്നും യേശുദാസ് പറഞ്ഞിരുന്നു. ഇത് ഉയർത്തിയാണ് യേശുദാസിനെതിരെ വിനായകൻ തിരിഞ്ഞത്. ഈ പോസ്റ്റ് വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു പോസ്റ്റും വിനായകൻ പങ്കുവച്ചു. ജമ്മു കാശ്മീരിൽ വിചിത്ര നടപടിയുമായി സർക്കാർ. അരുന്ധതി റോയുടെ അടക്കം 25 പുസ്തകങ്ങൾ നിരോധിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജമ്മു കാശ്മീർ ആഭ്യന്തര വകുപ്പാണ് നടപടി സ്വീകരിച്ചത്. നിരോധിച്ച പുസ്തകങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നുവെന്നുമാണ് സർക്കാരിന്റെ വാദം. അരുന്ധതി റോയുടെ ആസാദി ഉൾപ്പെടെ മറ്റു എഴുത്തുകാരുടെയും പുസ്തകങ്ങളാണ് ജമ്മു കാശ്മീരിൽ നിരോധിച്ചത്. അരുന്ധതി റോയുടെ ആസാദി, AG നൂറാനിയുടെ ദ കാശ്മീർ ഡിസ്പ്യൂട്ട് 1947-2012, സുമന്ത്ര ബോസിന്റെ കാശ്മീർ അറ്റ് ക്രോസ് റോഡ്, ആയിഷ ജലാലും സുഗത ബോസും എഴുതിയ കാശ്മീർ ദി ഫ്യൂച്ചർ ഓഫ് സൗത്ത് ഏഷ്യ, സ്റ്റീഫൻ P. കോഹന്റെ കൺഫ്രണ്ടിംഗ് ടെററിസം, ക്രിസ്റ്റഫർ സ്നൈഡറിന്റെ ഇൻഡിപെൻഡന്റ് കശ്മീർ തുടങ്ങിയ പുസ്തകങ്ങളും നിരോധിച്ചവയുടെ കൂട്ടത്തിലുണ്ട്. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് വീണ്ടും തിരിച്ചടി. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. സമിതിയുടെ അന്വേഷണം നിയമവിരുദ്ധമല്ലെന്നും ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ബെഞ്ച്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പ്രവർത്തികൾ ആത്മവിശ്വാസം നൽകുന്നില്ല എന്നും നിരീക്ഷണം. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം സമിതിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. അന്വേഷണ സമിതിയുടെ രൂപീകരണവും സമിതി പിന്തുടർന്ന നടപടിക്രമങ്ങളും നിയമവിരുദ്ധമല്ലെന്ന് ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ബെഞ്ച് നിരീക്ഷിച്ചു. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും ഉത്തരവിൽ പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതർ. സൈന്യത്തിന്റെ സംരക്ഷണയിൽ എന്ന് ബന്ധുക്കളെ അറിയിച്ചു. മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് മലയാളികൾ ഇപ്പോഴുള്ളത്. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ രാമചന്ദ്രൻ നായരുടെ മകൻ രോഹിത്താണ് ഇക്കാര്യം അറിയിച്ചത്. 1-ാം തീയതി മുംബൈയിൽ നിന്ന് ഡൽഹി വരെ ട്രെയിനിനാണ് സംഘം യാത്ര പോയത്. അവിടെ നിന്നാണ് 28 പേർ ചേർന്ന് ചാർധാം യാത്ര തുടങ്ങിയത്. വിവരമറിഞ്ഞു ഫോണുകളിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത്. ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ രാവിലെ അവിടുത്തെ എമർജൻസി നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ സംഘം സുരക്ഷിതരാണെന്നും ഗംഗോത്രി എന്ന സ്ഥലത്താണുള്ളതെന്നും അറിയിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും കിട്ടുമെന്നും പറഞ്ഞു. അവരോട് വീഡിയോ കോളിലും സംസാരിക്കാൻ സാധിച്ചുവെന്ന് രോഹിത് വ്യക്തമാക്കി. മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് മലയാളികൾ ഇപ്പോൾ. ഇന്ത്യക്ക് മേൽ അമേരിക്ക അധിക തീരുവ 50% ആക്കിയതിൽ പ്രതികരിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഭീഷണിയാണിത്. ഇന്ത്യയെ അന്യായമായ വ്യാപാര കരാറിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണിതെന്നും പ്രധാനമന്ത്രിയുടെ ബലഹീനത ഇന്ത്യൻ ജനതയുടെ താൽപ്പര്യങ്ങളെ മറികടക്കാൻ കാരണമാകരുതെന്നും രാഹുൽ ഗാന്ധി എക്സിലൂടെ പ്രതികരിച്ചു. നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളിൽ മൗനം പാലിച്ചതിന് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ തുടർച്ചയായ വാങ്ങലിന് ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവ നിരക്ക് ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവെച്ചത്. 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുവ പ്രാബല്യത്തിൽ വരും. ഈ വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വരുന്ന 25% പ്രത്യേക തീരുവയ്ക്ക് പുറമെയാണിത്. ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് മുംബൈ വിടാനുള്ള തീരുമാനത്തിൽ നിന്ന് യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന് യു ടേൺ അടിച്ചതിന് പിന്നിൽ സീനിയർ താരം രോഹിത് ശർമ്മയുടെ ഉപദേശം.
മുംബൈ ടീമിൽ തന്നെ നിൽക്കാൻ രോഹിത് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഗോവയിലേക്ക് മാറാനുള്ള തീരുമാനം ജയ്സ്വാൾ പിൻവലിച്ചതെന്ന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിങ്ക്യ നായിക് പറഞ്ഞു. മുംബൈ ക്രിക്കറ്റിലൂടെയാണ് തനിക്കൊരു പ്ലാറ്റ്ഫോം ലഭിച്ചതെന്നും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞതെന്നും അത് മറക്കരുതെന്നും രോഹിത് യശസ്വിയോട് പറഞ്ഞതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിൽ നിന്ന് ഗോവയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് യശസ്വി ജയ്സ്വാൾ 3 മാസങ്ങൾക്ക് മുമ്പ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ സമീപിച്ചിരുന്നു. എന്നാൽ താൻ തുടർന്നും മുംബൈക്കായി കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് താരം പിന്നീട് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ T20 ടീമിൽ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ എന്നിവരെ ഉൾപ്പെടുത്താൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. 3 താരങ്ങളുടെയും IPL പ്രകടനം കൂടി വിലയിരുത്തിയാണ് ടീമിലേക്ക് തിരഞ്ഞെടുക്കുക. 2026 ലോകകപ്പിനുള്ള ടീമിനെ സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഏഷ്യ കപ്പിന് ഇന്ത്യ ഇറങ്ങുന്നത്. ഈ മാസാവസാനം ടീമിനെ തിരഞ്ഞെടുക്കും. നിലവിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മയുമാണ് T20 ടീമിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഗിൽ, ജയ്സ്വാൾ, സായ് എന്നിവരെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. സെപ്റ്റംബർ 9 ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് 28 അവസാനിക്കുക. പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെ നാട്ടിൽ ടെസ്റ്റ് പരമ്പര കളിക്കണം. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് വേണ്ടത്ര വിശ്രമം ലഭിച്ചില്ലെങ്കിൽ പോലും സെലക്ടർമാർ സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.